അത് ഫാൻ ഇരപ്പ് നമ്മുടെ വീട്ടിൽ ഫാൻ ഇട്ടാൽ എങ്ങനെയാണ് ഇരപ്പല്ലേ അത് തന്നെ. ഈ ഫാൻ വീട്ടിലെ ഫാനാണ് ഇരപ്പുണ്ട്. ലൈവ് കിട്ടണമെന്ന് വെച്ചാൽ ഇത് ഫോണിലാണ് ചെയ്യണം. പി സിയിലൊന്നുമല്ല. പി സിയിലാണെങ്കിൽ കുണ്ണയൊക്കെ അങ്ങ് ഓഫ് ചെയ്ത് വയ്ക്കായിരുന്നു ഈ സൗണ്ടൊക്കെ. മനസ്സിലായില്ലേ? അതിന് ഓപ്ഷൻ കാണുമല്ലോ, എങ്ങനെയും കാണുമല്ലോ. ഇത് ഞാൻ തിരിയേ പിന്നെ ഇത് ഫോൺ ഹീറ്റിനെ നമുക്ക് തടയും. അതുകൊണ്ട് നമ്മളവനൊന്നും പറയില്ല. ഇല്ലെങ്കിൽ മയറിനെ ചാവട്ടിയെടുത്ത് വെളി കളഞ്ഞേനെ. ഇവനിപ്പോൾ നന്നായി. പണ്ട് ഇതിനെക്കാളും പ്രശ്നമായിരുന്നു. കഴിഞ്ഞ ലൈവ് കണ്ടവർക്കറിയാം, ഭയങ്കര സീനാക്കിയായിരുന്നു. ഇപ്പം നീ നന്നായോണ്ട് തന്നെ പറഞ്ഞില്ലേ, സോറി മുത്തേ. ഒന്ന് ഇതായി നായിൻ്റെ വൻ. ഇപ്പോൾ ഒരു നായിൻ്റെ വൻ്റെ ദേഹത്തുകൊണ്ട് വണ്ടി എടുത്തു ഒന്നോട്ട്. ഈ നായിൻ്റെ വനല്ലേ? മാറ നായിൻ്റെ വനെ. അവിടെ ഇവിടെ ചെറിയില്ല, ആകെ നായി. ഞാൻ കൊണ്ട കാര്യം പറയല്ലേ, സത്യം മര്യാദയ്ക്ക് പോകാന്നുള്ള ഇവന്മാർ കുറേ ലൈറ്റ് ഓണാക്കിയിട്ട് അവരോടെ ഇപ്പം ആദ്യം രാവിലെ നായ്ക്കൾ എന്തിനാണ് രാവിലെ ലൈറ്റ് ഇട്ട് പറഞ്ഞാൽ ജനങ്ങളെ മുട്ടിപ്പിക്കാനായിട്ട്. ഇതേ നായി ഇടിച്ച്. ഇവിടെ ചെറിയ ലാഗ് ഇപ്പോഴും കാണാം, അത് സീനാക്കല്ലേ. ഇവിടെ ചെറുതായിട്ട് കാണാം കേട്ടോ, അത് വലിയ ഇത് പറയല്ലേ. എടാ ഇത് ലാഗിൻ്റെ ഇതുള്ളതുകൊണ്ടാണ് വണ്ടി ചെറിയ കൺട്രോളിങ് ഇഷ്യൂ കേട്ടല്ലേ. എന്ത് ഇത് ആൾക്കാർ റൂം വലിയ ഇതില്ല കേട്ടാ. നോക്കാം ഇപ്പം 3 ലക്ഷം 2 ലക്ഷത്തിനാണ് വാങ്ങിച്ചൊരു. ഈ കൊണ്ടാരും വാങ്ങൂട ഈ വണ്ടി ഒരുത്തനും ഇഷ്ടമല്ല. അത് നോക്കട്ടെ, 4 ലക്ഷത്തിന് വിറ്റ് നോക്കാം. ലോക്കിട്ട് വെക്കണം. ഇത് ആരെങ്കിലും ആരില്ല വക്ക് തന്നെ. ഇതാരും എടുത്തോണ്ടൊന്നും പോകില്ല എന്തായാലും. ഇവിടെ ആ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമോടാ? ഇന്ന് നമ്മൾ ഡെയിലി മിഷൻ കംപ്ലീറ്റ് ആക്കി. അത് കുഴപ്പമില്ല, വേറെ ഫോട്ടോസ് എടുത്ത് ചെയ്യാം. എനിവണ്ണ് വാണ്ട് മൈ കാർ ചോദിക്കട്ടെ. അവിടെ നമ്മളിപ്പോൾ ഇത് കഷ്ടപ്പാടെന്ന് വെച്ചാൽ ഒരു ഇംഗ്ലീഷ് ഡിക്ഷണറി എടുത്ത് കൈ വെച്ചിട്ട് സംസാരിക്കേണ്ട ബുദ്ധിമുട്ടാണ്. ഇതെന്ത് കുണ്ണേന്നാണ്. മൊത്തം ഇംഗ്ലീഷുകാരന്മാരും പിന്നെ കുറച്ച് ഹിന്ദി വാലാസും. അടുത്തിടെ തന്നെ സംസാരിക്കാനും പറ്റില്ല. അവനൊക്കെ ഹിന്ദിയിലോട്ടാണ് എന്താണെന്നാണ്. ഇതാര് ജാപ്പനീസുകാരന്മാരും ഗെയിമിനകത്തുണ്ട്. അപ്പോൾ ഗ്ലോബലി നമ്മൾ ഗ്ലോബൽ ട്രേഡറാണ്. ഞാൻ മറ്റേ ലോക്കൽ ലോട്ട ട്രേഡ് അങ്ങനെ സംസാരിക്കില്ല. എൻ്റെ അടുത്ത് ഗ്ലോബൽ ട്രേഡാണ്. മനസ്സിലായില്ല? ഗ്ലോബൽ ട്രേഡറാണ് റെഡ് ഫോക്സ്. മനസ്സിലായില്ല? പിന്നെ ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇതും കൂടെ ഉണ്ട്. മനസ്സിലായില്ല? 4 ലക്ഷം. സോറി, ഐ ഹാവ് 50 ml. സോറി, അങ്ങനെയല്ല, മറവി 50 ml. സോറി 50 മില്യൺ. 50 മില്യൺ. മില്യനാണ്. ഓർത്തില്ല. എനിബണ്ണ് വാണ്ട് മൈ കാറ്. അതായത് ഒരു തനി വാങ്ങൂട. എൻ്റെ ടൈം പോകാനാണ്. കാര്യം പറയാല്ല. എനിക്കാണെ സ്ലോട്ടും വേണം. ഞാൻ അറിയാതെ ഇന്നലെ ഇത് വാങ്ങിച്ചും പോയി. അതിന് ഞാൻ പോയി പറഞ്ഞോളാം അവൻ്റെ അടുത്ത്. പക്ഷേ അവൻ ഈ കാർ ആദ്യം കൊണ്ടുവന്നോണ്ടില്ല. ഇത് ഇട്ടിട്ട് പറയാം. എനിവൺ വാണ്ട് മൈ കാർ. കഫേ. അയ്യോ കാഫെന്നാ എന്താ സാധനം ഇത്? കാർ. എടാ മുത്തേ, ഇന്നലെ ഈ കാർ ആദ്യം കൊണ്ടുവന്നോണ്ടല്ലേ 1 കോടിക്കാണ് ഇട്ട. മനസ്സിലായില്ലേ? 1 കോടിക്കാണ് ഇട്ട. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു കുണ്ണയമാവുന്നതാണ്. മനസ്സിലായി കുറച്ച് കഴിഞ്ഞപ്പോൾ. മനസ്സിലായില്ലേ? അപ്പോൾ എൻ്റെ ഇത് 5 ലക്ഷത്തിനിട്ട് ഒറ്റയടിക്ക് 1 കോടിയോ 5 ലക്ഷത്തിനാക്കി. അപ്പം ഞാൻ പോയി പറഞ്ഞ്, എടാ മുത്തേ നീ ഇത് 2 ലക്ഷത്തിന് ഇടുവാണെങ്കിൽ ഞാൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. ആ 2 ലക്ഷത്തിനിട്ട് എൻ്റെ മയിര് ഞാൻ വാങ്ങിക്കേണ്ടിയും വന്ന്. കാര്യം പറയല്ല. പിന്നെ കുഴപ്പമില്ലത് അത്രയ്ക്ക് എന്തരൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ. ഇത് കണ്ട എന്തര വൈപ്പേടി എന്തരൊക്കെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് എന്താണെന്ന് പോലും അറിഞ്ഞുകൂടെ. എന്തായാലും വാങ്ങിച്ചുകൊണ്ടെങ്കിൽ ഒന്ന് എങ്ങനെയായാലും ഒന്ന് കയ്യിൽ നിന്ന് പോയാൽ മതിയായിരുന്നു. എനിക്ക് സ്ലോട്ടിൻ്റെ വണ്ടിയാണ്. ഹൗ മച്ചാ? ആരുടെ അടുത്ത്? എൻ്റെ അടുത്താ. ബൈ അങ്ങോട്ട് മാറിക്കട്ടെ. ഇതാരും വാങ്ങാൻ ലക്ഷണമൊന്നുമില്ല. ഇതോ ഈ വണ്ടി എന്താണെന്ന് 1 മൈലിന് വേണ്ട ഈ വണ്ടി. എൻ്റെ കഷ്ടകാലത്തിന് പണ്ട് ഞാൻ ഓർമ്മയില്ല, ഒരു വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ പൊന്നോ ഇതേ ഈ സെയിം വണ്ടി. മറ്റേ വലിയ പരിപാടി ഒന്നുമില്ല. $1 ഞാൻ 4 വിട്ട് ഞാൻ പോയി എടുത്തു. എൻ്റെ പാടെന്ന് വെച്ചാൽ എൻ്റെ പൈസ എത്ര പോയെന്നാ.
പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേ, ഞാൻ മോഡിഫിക്കേഷന് പഠിക്കാൻ തുടങ്ങിയിട്ടാണ് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ലൈവ് കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതെന്തായാലും അതിൻ്റെ വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം നമുക്ക് ഒരു ഇതൊക്കെ ആയി വരുന്നുണ്ട്. മോഡിഫിക്കേഷൻ മൊത്തം തുടക്കം ബിഗിനിങ് തൊട്ട് ലേണിംഗ് തൊട്ട് നിങ്ങളെ കാണിച്ചു തരും ലൈവിൽ. മനസ്സിലായില്ലേ? ഓക്കെ, മോഡിഫിക്കേഷനും കൂടെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? 1 10 100 1000 ചെയ്തത്ര 1 10 100 1000 10,000 ലക്ഷം 10 ലക്ഷം കോടി പോവും കോടി അവൻ്റെ ഓടി പൂവിൻ്റെ. എടാ 1 കോടി 30 ലക്ഷം അല്ലേ? 30 ലക്ഷത്തിന് കാറുണ്ടോടാ? 1 കോടി 30 ലക്ഷത്തിന് എന്ത് മായിരുന്നു ഞാൻ. എടാ എനിക്ക് കുറേ ഇതിൻ്റെ അകത്ത് നമ്മൾ കുറേ ഇങ്ങനെ ഇതിൻ്റെ അത് കുറച്ചുകൂടെ നമ്മൾ വ്യാപകമായിട്ട് ആൾക്കാരെ ഈ റൂമൊക്കെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് റാൻഡ് റൂമല്ല ഇതെന്തൊരു ഭയങ്കര അത് ഈ ബുഗാട്ടി സെല്ലിങ് റൂം, ലാംബോ സെല്ലിങ് റൂം ഇങ്ങനെ കാണും. ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് ഒരു കാര്യം പറയാല്ല. ഫോർ ട്രേഡ് കണ്ട എല്ലാവരും ട്രേഡാണ് കേട്ടോ. റാൻഡ് റൂമിൽ നമ്മൾ എങ്ങനെ നോക്കിയാലും കണ്ട ഇപ്പോൾ ഒരു സെല്ലെന്ന് ചോദിച്ചില്ലേ, സെല്ല് കൊടുക്കൂല. മിക്കവാറും ഒരു 90% 95% സെല്ല് പോകില്ല. എല്ലാം ട്രേഡാണ്. പക്ഷെ ട്രേഡല്ല, എനിക്ക് സെല്ല് ചെയ്യണ റൂമൊക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിലായില്ല. കണ്ടുപിടിച്ച് വരണം. അതിലാണ് കാര്യം. പക്ഷേ ഇത് ഇത്ര എളുപ്പമല്ല. ഈ വണ്ടി കയ്യിൽ ഇതേത് എടാ നിനക്ക് ഏത് നായിൻ്റെ മോണ്ടായിട്ട് ലൈസൻസ് തന്ന? എടാ ഇത് കണ്ട എടാ നിന്റെ ലൈസൻസ് ഒഴിവാക്കണം. നീ റോട്ടിൽ അമിതവേട്ടി പോണ കുണ്ണ. അതാണ് നിന്നെ പറ്റി പറയാനുള്ള. കണ്ട ഒരു പാവപ്പെട്ട ഒരുത്തൻ്റെ കറുത്ത കാറിനെ അപ്രതീക്ഷമാക്കി. നീ വില്ലനടാ നായെ ഓണതായി. ഈ കാർ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. അല്ല മൈരെ കളറടിച്ച് മാറ്റി. ഞാൻ വിചാരിച്ചു 5 കോടിക്കാ. 5 കോടി 50 ലക്ഷമോ? 50 ലക്ഷം. അവല്ല 5 ലക്ഷത്തിന് 5 ലക്ഷത്തിനല്ല ഒരു 500 കോയിന് വാങ്ങിച്ചിട്ട് അവന് 50 ലക്ഷം വേണം. ൂമ്പ് നീ എടാ ചെറിയൊരു ലാഗ് ഉള്ള പോലെ തോന്നണം ഏട്ടാ. എടാ എൻ്റെ ഇങ്ങനെ കുറേ കാർ വിൽക്കാറുണ്ട്. പക്ഷെ ഏത് വിൽക്കണമെന്ന് നോക്കുവാണെങ്കിൽ നല്ല ഇതെടുക്കും കേട്ടോ. കാര്യം പറയാമല്ലോ. എടാ ഈ കാർ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ എനിക്ക്. എടാ മൈരൊന്ന് നിന്നാണ് നീ. ഹൂഗിഗാനാ അന്തോന്ന് ഹൂഗിഗാൻ. എടാ ഇന്നലെ ഇതേപോലൊരു കാർ ഞാൻ കണ്ടാ. ഇന്നലെ നമ്മൾ ലൈവിടാൻ ഞാൻ ചെന്ന് കയറിയപ്പോഴേ സെയിം ഒരു കാറ് ഇപ്പം ഇതേപോലൊരു കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതേ സെയിം ഈ ഹൂഗി കുണ്ണാന്ന് ചോദിച്ചിട്ടില്ലായിരുന്നു. ഇതാണെന്തോ കാർ? ഇതല്ലെന്ന് തോന്നുന്നു, വേറെ ഒരു കാറ് സെയിം. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു ഈ കാർ തരുമെന്ന്. ഞാൻ അവൻ എത്ര ഓഫർ ചെയ്തെന്നാ 2.5 crore ഞാൻ ഓഫർ ചെയ്തു. അത്രയൊന്നും വേണ്ടായിരുന്നു. എന്നാലും അവനപ്പം എനിക്ക് വിറ്റിരുന്നു നന്നായി. അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ ലാസ്റ്റ് അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവൻ്റെ ഫ്രണ്ടിനോട്ട് ചോദിക്കട്ടെന്ന് പറഞ്ഞ് അവൻ ഗ്യാരേജിൽ നിന്ന് കയറി. പിന്നെ ഗ്യാരേജിൽ നിന്ന് അവൻ ഇറങ്ങി ഞാൻ കണ്ടില്ല. അതിൻ്റെ അകത്ത് എന്ത് കുശുകുശുപ്പ് നടന്നു വെച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ. വന്നിരുന്നേ ഞാൻ അപ്പം വാങ്ങിച്ചേനെ. അപ്പം എനിക്ക് വാങ്ങിക്കാൻ ഒരു മെൻറ്റാലിറ്റി തന്നെയാണ്. കാര്യം പറയാം 2.5 crore ഞാൻ ഇത് ചെയ്തു ഓഫർ ചെയ്തു. ഒരു 1000 അതൊക്കെ. അപ്പം എൻ്റെ കയ്യിൽ 3 കോടി ഉണ്ടായിരുന്നു. അതിൽ 25 2.5 കോടിയാണ് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. അത് കൊടുത്തിരുന്നേ പൈസ ഉണ്ടാക്കും. പൈസ നമുക്ക് ഇത് അങ്ങനെയല്ല. പൈസ ട്രേഡൊക്കെ പഠിച്ചു വരില്ല, നമുക്ക് ഉണ്ടാക്കാൻ ഡെയിലി മിഷനെ കളിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് തന്നെ 70 ലക്ഷം ഉണ്ടാക്കിയത് അങ്ങനെയാണ്. മനസ്സിലായി? ഡെയിലി മിഷൻ കളിച്ച് മാത്രമാണ് 70 ലക്ഷം ഉണ്ടാക്കിയത്. പിന്നെയാണ് ട്രേഡിലോട്ട് നമ്മൾ വന്നത് തന്നെ. അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ലടാ, പൈസ ഉണ്ടാക്കാനൊക്കെ പറ്റും. അതൊന്നും എടാ ഈ പുണ്ണച്ചി റൂമിൽ ഞാൻ ഇറങ്ങിക്കോട്ടെ. ഇത് എന്ത് മുന്നേ ഞാൻ എടാ ഈ റൂമൊന്നും ശരിയാവില്ല കേട്ടോ. ഞാൻ കാര്യം പറയാം, ഈ റൂമൊന്നും ശരിയാവും. ഞാൻ വേറെ റൂമിൽ പോകാൻ അത് ഈ കാർ നോയിൻ്റെ മോനെ വാങ്ങിക്കേണ്ടി വരുന്നത്. എന്ത് ദോഷകാലത്തിനാണെന്തോ ഞാൻ ഇവനെ വാങ്ങിക്കാൻ പോയത്. 75% ഓഫർ 360 രൂപ. എടാ കാര്യം പറയില്ല, ഇങ്ങനത്തെ കുണ്ണിനും വാങ്ങില്ല ചേട്ടാ. ഈ പൈസയ്ക്ക് നമ്മൾ ഇതിൻ്റെ അതിന് മാത്രമൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. മനസ്സിലായി? പൈസയ്ക്കൊന്നും വാങ്ങില്ലായിരുന്നു. പൈസ കൂടി കിടക്കണ കുണ്ണുകളുണ്ടേ പോയി വാങ്ങിച്ചു. എടാ ഈ കാറും എൻ്റെ കയ്യിൽ നിന്ന് പോകണില്ല. ഈ രണ്ടെണ്ണം എൻ്റെ കയ്യിൽ നിന്ന് പോണതേ ഇല്ല. കാര്യം പറയാല്ലേ. എനിക്ക് ഞാൻ വേറൊരു കാർ ഇത് പോകണില്ല. ഈ നീല പോവില്ല. ഇത് വിൽക്കൂടാ. 2 വിൽക്കാൻ പാടില്ലാത്തതുണ്ട്. എടാ ഇതെടുത്തോണ്ട് പോയാൽ ഇത് വാങ്ങൂലെന്ന് എനിക്ക് തോന്നണില്ല. ഇനി വാങ്ങിക്കാൻ ചാൻസ് കുറവാണ്. എന്നാലും നമുക്ക് എടുത്തോണ്ട് പോയാലോ? എടാ ഇത് 1000 കോയിൻ്റെ സംഭവം ഞാനിത് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടല്ലേ, ചുമ്മാ ലൊട്ട പറഞ്ഞില്ല. 1000 കോയിൻ്റെ
പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് കൊണ്ടുപോയി എൻ്റെ അടുത്ത് 2 ലക്ഷത്തിന് 3 ലക്ഷത്തിന് വിൽക്കാൻ പറയില്ല, അതിനേക്കാളും വലിയ നഷ്ടമുണ്ടോ നിങ്ങൾ തന്നെ പറ. ഇല്ലല്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് 2 ലക്ഷത്തിന് 3 ലക്ഷത്തിന് കാർ വിൽക്കണം? ഒരു 30-40 കൊടുക്കാൻ പറ്റും. 1000 കോയിൻ അതിൻ്റെ ഞാൻ പ്രയോഗിച്ചിട്ടുണ്ട്. 1000 കോയിൻ എന്ന് വെച്ചാൽ ഈ ലക്ഷങ്ങൾക്ക് തുല്യമല്ലേ ഇടാ. അതുകൊണ്ടാണ് നിങ്ങളത് മനസ്സിലാക്കി. ലൊട്ട പറയല്ലേ. ഞാൻ എന്തായാലും ഈ കാർ ഇതിന് സെയിം 2 എൻ്റെ അതിൻ്റെ ഫ്രണ്ടിൽ കണ്ട 2 ഉണ്ട് എൻ്റെ കയ്യിൽ. എന്തിനാണ് 2 എൻ്റെ കയ്യിൽ? ഒരു സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ ബ്രോ ഈ കാർ വിൽക്കില്ല. എടാ സെയിം സാധനമുണ്ട്. നീ ഇപ്പോൾ കാണുവാണെങ്കിൽ സെയിം സാധനം 2 അവിടെ കിടക്കണം. മുന്നേ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എന്തിനാണെന്നോ ഞാൻ വാങ്ങിച്ചത്. 2 വാങ്ങിച്ചത് അന്ന് എടാ നമ്മൾ ട്രേഡിങ് പഠിച്ചു വരുമല്ലേ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഇതുണ്ട്, മനസ്സിലായില്ലേ? എന്തായാലും ട്രേഡറാണ് റെഡ് ഫോക്സ്. ട്രേഡറായടാ. കാര്യം പറയാലോ. ട്രേഡിങ് ഈ ഗെയിമിൻ്റെ അകത്ത് ഞാൻ നോക്കി. ഈ ഗെയിമിൻ്റെ അകത്ത് ഇത് ഈ CPA2 കളിക്കാൻ ആരെങ്കിലും ഉണ്ടോ? കാര്യം പറയാനും കളിക്കില്ല. യൂട്യൂബേഴ്സൊന്നും ഇല്ല. എല്ലാണോ വ്യൂസിന് വേണ്ടിയിട്ട് CPA1 ആണോ? കാര്യം പറയില്ല മുത്തേ. റെഡ് ഫോക്സ് മുത്തേ ഞാൻ അല്ലാതെ വേറെ ആരടാ ഇത്ര കൺസിസ്റ്റൻസി ആയിട്ട് ഈ CPA2 ഇങ്ങനെ കളിക്കണം? ഈ ലാഗ് 9 മോനെ സഹിച്ചുകൊണ്ട്. കാര്യം പറയാല്ല. ഞാൻ അല്ല വേറെ ആരുണ്ടോ? CPA1 എല്ലാവരും കളിക്കും. CPA1 കളിക്കുക. CPA1 കൂടുതൽ സപ്പോർട്ടും കൂടുതലുണ്ട്. കാര്യമല്ല. CPA1 എന്ന് വെച്ചാൽ ഭയങ്കര. എൻ്റെ അടുത്ത് യൂട്യൂബേഴ്സ് ഒരാന്ന് പറഞ്ഞാണ് CPA1 കളിക്കാൻ. നോ വേ ബ്രാ, ഓൺലി CPA2 ബ്രാ. നമ്മൾ കളിച്ച് തുടങ്ങിയാൽ CPA2 ആണ്, മനസ്സിലായില്ല? അപ്പോൾ പിന്നെ അങ്ങനെ മാറ്റാൻ പറ്റില്ല. CPA1 കളിച്ച് തുടങ്ങിയിട്ട് ചിലപ്പോൾ CPA2 ഒക്കെ അങ്ങനത്തെ എടുത്ത് കളിക്കൂലായിരുന്നു. CPA2 ആണ്ടാ നല്ലത്. നീയൊക്കെ എന്നാ തെറി വിളിച്ചാലും കാര്യമില്ല. പോടാ കൂടുന്നാളെ തെറി വിളിക്കാൻ. CPA2 ആണ് നല്ലത്. ഞാൻ അങ്ങനെ തന്നെ പറയും. ഈടാ അവൻ്റെ ഐഡിയ ഉണ്ടോടാ കാറിന് ചേച്ചിക്കണം. എനിക്ക് 50 മിനിറ്റ് കാര്യം മങ്ങണം നോക്കിയിട്ട് ഇന്നെ അങ്ങോട്ട് പോയി നോക്കില്ലേ. വന്ന് വില ഉറയ്ക്കാം. എനിക്ക് ആ കാർ നീ നോക്കിക്കോട്ടെ. ഫാബുലസ് ഹഡ്സൺ. ഓ മുത്ത ഇത് മറ്റേ കാർസും അനിമേഷൻ ഉണ്ട്. സമ്മൺ ഓഫേർഡ് മീ 25 മില്യൺ. അതിന് 20. അവൻ്റെ ഐഡിയ കണ്ടാടാ മുത്തേ. അവൻ്റെ ഐഡിയ കണ്ടാ. ഈ 2.3 കോടിക്ക് ഇട്ടേക്കണം 1000 കൊള്ളം. കണ്ട ഈ സംഭവം നൈസറാ. നൈസ്. ഇതിനൊക്കെ ആ ഒരു കത്തിനെ കൊള്ളാം. സ്മാർട്ടാ. എടാ എനിക്ക് ഒരു കാര്യം പറയുള്ളൂ. ഇങ്ങനെ ആരെങ്കിലും ഇട്ട് ഈ സാധനം ഈ വണ്ടി വാങ്ങല്ലേടാ. എടാ ഐ വിൽ ബൈ ഇറ്റ് ഫോർ 1 മില്യൺ. നിനക്ക് ഇത്ര ബുദ്ധിയില്ലടാ മണ്ട. അവ 20,000 രൂപയ്ക്ക് വാങ്ങിച്ച കാറാണ്. നിനക്ക് ബുദ്ധിയില്ലേ? എടാ എൻ്റെ കാര്യം പറയാമല്ലോ. ഞാനൊക്കെ ഈ കാറ് ഇതും ആക്കി കൊണ്ടുവന്നാൽ ഒരു നായ്ക്ക് വേണ്ട. നമ്മളിതൊക്കെ ആക്കുമ്പോഴാണ്. ഇതെന്തൊരു കുടുംബശ്രീ സമ്മേളനം. ഇതെന്താണ് ഇവിടെ ഗേൾസിൻ്റെ മുത്ത. ഞാൻ എൻ്റെ മെക്ലാൻ എടുത്തുകൊണ്ട് വന്ന് ഈ കുണ്ണേനൊക്കെ വേണ്ടി നീയൊക്കെ എൻ്റെ അടുത്തോട്ട് വരും, മനസ്സിലായി? മുത്ത കാര്യം പറയാം. നമ്മൾ ട്രേഡ് ചെയ്യാവുന്നതാണ് മെക്ലാൻ എടുത്തുകൊണ്ട് വരാത്തത്. ഞാൻ എൻ്റെ മെക്ലാൻ എടുത്തുകൊണ്ട് വന്ന് നിങ്ങൾ കണ്ടിട്ടില്ല. മെക്ലാൻ എടുത്തുകൊണ്ട് വരുമ്പോൾ എന്തെടുക്കാം? മെക്ലാൻ എടുത്തുകൊണ്ട് വന്നാൽ ഉടനെ വന്നിട്ട് ട്രേഡ് എല്ലാം സെക്കൻഡ് വെച്ച് ട്രേഡ് അവർ ഓടിക്കണം. എല്ലാവരും 720 വേണ്ടി പായി ഓണം, മനസ്സിലായില്ലേ? അതാണ്. എടാ ഞാൻ ചോദിക്കട്ടെ, എനിവൺ വാണ്ട് മൈ ദിസ് എന്ന് ചോദിക്കാം. ദിസ് എനിവൺ വാണ്ട് ദിസ് കാർ? ടെൽ മീ, ടെൽ റെഡ് ഫോക്സ്. ഓക്കെ ഇതാരി ഓ അക്ക നിങ്ങളത് മാറി നിൽക്കി. എടാ ആ 50 ലക്ഷത്തിന് ആ കുണ്ണ ആരെങ്കിലും ഐ വിൽ ബൈ ഇറ്റ് ഫോർ 1 മില്യൺ. എൻ്റെ അടുത്താണ്. എടാ 1 മില്യൺ എടാ പോയി കിട്ടട എങ്ങനെയല്ലോ. ഓക്കെ ഈ കുണ്ണേനി വേറെ ആരെങ്കിലും അടുത്താണ് പറഞ്ഞത്. എന്തായാലും വായിത്തോ. എടാ 1-ന് നഷ്ടമാണാടാ. എടാ 10 ലക്ഷം എന്ന് പറയുമ്പോൾ 1000 കോയിൻ്റെ സംഭവം എൻ്റെ തേച്ചിട്ടുണ്ടാ. 15-നാ വാങ്ങണേ വേണ്ട. പിന്നെ ഓ 15-നാണോ ഈ മാനസിക 15 സൗകര്യമുള്ളൂ. ഓ 9 എത്ര? ഒറ്റ 10 100 1000 14 ലക്ഷം 10 ലക്ഷം 15 ലക്ഷം ഉണ്ടോടാ. 10 ലക്ഷം ഇട്ടിട്ട് പിന്നെ 5 ലക്ഷം പോയതാ. കണ്ടടാ അങ്ങനെ വാങ്ങണ്ട. എന്നിട്ട് ഇത് നിന്നാണ് 15 ലക്ഷം ഉണ്ടാക്കി. എടാ എന്നാലും അത്ര നഷ്ടമല്ല. കാര്യം പറയാം എന്ന് വെച്ചാൽ നഷ്ടമല്ലെന്ന് ഞാൻ പറയാൻ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ 1000 കോയിൻ്റെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അത് ശരിയാണ്. അല്ലാത്ത പക്ഷം ഉണ്ടല്ല, ഞാൻ ഈ കാറുണ്ടല്ലോ, ഈ കാറിൽ 1 രൂപ എനിക്ക് ഇത് ഞാൻ ചെയ്തില്ല. കാരണം പറഞ്ഞില്ല എന്ന് വെച്ചാൽ എനിക്ക് ഫ്രീ കിട്ടിയ കാറാണ്.
ഫ്രീ കിട്ടിയ കാറാണ്, മനസ്സിലായില്ല മുത്തേ. 1000 കോയിൻ്റെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ 15 ലക്ഷം ഓക്കെ എന്നാലും എന്നാലും കുഴപ്പമില്ലടാ. അത് കുഴപ്പമില്ല. എന്തായാലും നോക്കാം, വലിയ സീനില്ല. അത്രയ്ക്ക് നഷ്ടമായിരിക്കുമല്ലോ. അത്രയ്ക്ക് നഷ്ടമൊന്നുമില്ല. കുഴപ്പമില്ല. എടാ മുത്തേ ഇപ്പം നോക്കുവാണ് എത്ര രൂപ? 3,64,968 രൂപയുണ്ട് മുത്തേ. എത്ര രൂപ മുമ്പുണ്ടായിരുന്നു നിങ്ങൾ കണ്ടേണേ. ഇനി ഇതാണ് ലൊട്ടേണ് അണ്ടിയാണെന്നും പറയല്ലേ, നിങ്ങൾ കണ്ടേണേ. എടാ ഈ നായി മാത്രം എൻ്റെ കയ്യിൽ നിന്ന് പോവാത്താണ് എനിക്ക് വിഷമമുള്ളത്. ഈ ഒന്ന് പോയിരുന്നേ. ഇത് ഫ്രണ്ടി വന്ന് കിടപ്പുണ്ട്, ഉണ്ണ എടുത്ത് പോയിട്ടുണ്ട്. എന്താണ് എടാ ഈ കാർ എന്തിടാ ആരും വാങ്ങാത്ത? ഇതൊക്കെ ഒന്ന് പോകണമെന്നാണ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇതൊന്നും ഒരുത്തനും വാങ്ങിക്കൂല. എടാ ഇതൊക്കെ കൊണ്ട് ചെന്ന അവന്മാരനെ ഇതൊക്കെ 1 ലക്ഷത്തിന് വിറ്റു കൂടെ ഈ കാറൊക്കെ. കാര്യം പറയാൽ ഇതൊന്നും ആരും വാങ്ങൂലടാ. ഇതൊക്കെ അറിയാതെ വാങ്ങിച്ച് മച്ചുപോയി എന്ന്. എന്നൊക്കെ ഒരു കാര്യം ചെയ്യാം. നമ്മളിനി എന്ത് ഇൻഡോസ് മുത്തേ ഫുള്ള് വെള്ളയാക്കി അങ്ങ് ഇറങ്ങാം. എന്തെങ്കിലും ആവട്ടെ, ചില വൈറ്റ് ആൻഡ് വൈറ്റ് എന്തെങ്കിലും ആവട്ടെ. ആരെങ്കിലും വാങ്ങിച്ചാൽ ഇനി വൈറ്റ് പ്രേമികൾ ആരെങ്കിലും ഉണ്ടെങ്കിലാ മുത്തേ. ഈ കാർ എത്ര രൂപയ്ക്ക് വാങ്ങിച്ചെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. പണ്ട് നമ്മൾ 25 ലക്ഷം മൊത്തം ചിലവഴിച്ചൊരു ഫുള്ള് എത്ര 50 ലക്ഷം ഉണ്ടായിരുന്ന സമയത്തുണ്ടല്ലോ, 50 ലക്ഷം ചിലവഴിക്കാൻ പോയാണ്. പക്ഷേ ആ സമയത്താണ് 25 ലക്ഷം കൊണ്ട് അത്ര മതിയായിരുന്നു. അതിന് ഫുള്ള് നമ്മൾ വാങ്ങിച്ചില്ലേ കാറ് മൊത്തം. അതാണ് ഈ കാറൊക്കെ. ഇതൊന്നും ഞാൻ ഓട്ടിച്ച് പോലും നോക്കിയിരുന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയുടെ ഡൗൺലോഡ് ആയിരിക്കുമല്ലോ മിക്കവാറും. നോക്കട്ടെ. എന്തായാലും കുറേ കാർ വിൽക്കണോടാ. കാര്യം പറയില്ല. നമ്മളിനി കുറച്ചുകൂടെയൊക്കെ ഒരു നല്ല കാറുകൾ വാങ്ങിക്കുക. അങ്ങനത്തെ കുറച്ച് ഐഡിയാസ് ഉണ്ട് മനസ്സിലും. കാര്യം അവിടെ ഇത് എന്തായാലും വിൽക്കണം. കണ്ടല്ലേ, മാനുവലായിട്ടുള്ള സാധനമാണ്. ഈ ഇത് എനിക്ക് എന്തായാലും ശരിയാവില്ല. കാര്യം പറയാതെ. ഇതിൻ്റെ ഇൻറ്റീരിയർ ഡൗൺലോഡ് ആയിരിക്കുമല്ലോ. നോക്കട്ടെ. കണ്ട ഇൻറ്റീരിയർ ഡൗൺലോഡ് അല്ല, പറഞ്ഞില്ലേ ഇൻറ്റീരിയർ പോലും ഡൗൺലോഡ് ആക്കിയില്ല. കാരണം വെച്ചാൽ അതിനകത്ത് ഞാൻ കാർ ഓടിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം ആയിട്ട് ഓടിക്കണം. ഈ കാർ എനിക്ക് 1000 കോയിൻ്റെ സാധനം ചെയ്യാൻ വയ്യടാ. നിങ്ങൾ തന്നെ പറയണം. ഈ കാർ എങ്ങനെയല്ലെങ്കിലും അവർ പൈസ കുറച്ചേ വാങ്ങിക്കും. അപ്പോൾ എനിക്ക് 1000 കോയിൻ്റെ സാധനം ചെയ്ത് എനിക്ക് നഷ്ടമല്ലടാ. നിങ്ങളൊരു ഇതാക്കുക കേട്ടോ. നിങ്ങളൊരിത് പോയി കാര്യം പറയാലോ. എടാ ലാഗ് അടിച്ചാണ്. ഇതിന് റിവേഴ്സ് എടുക്കാനൊക്കെ എന്ത് ബുദ്ധിമുട്ടാണെന്നാണ് ഈ കാര്യം പറയല്. അവിടെ ഈ കാർ ഇപ്പോൾ കണ്ട ഐസ്ക്രീം കട്ട പോലെ ഉണ്ട്, അല്ലെങ്കിൽ മറ്റേ മഞ്ഞ് കട്ട പോലെ ഉണ്ട്. കാര്യം പറയാല് ഫുൾ എന്തൊരു മഞ്ഞത്തൂടെ വന്നൊരു കാർ പോലെ ഉണ്ട്. കാര്യം പറയാല്ലേ. ഈ റൂമിനി എങ്ങനെയാണോ എന്തോ. 15 ലക്ഷത്തിന് ഇടാം, ഒരു 20 ഇടാം. ആരെങ്കിലും അപ്പോൾ ഒരു ഓഫർ പറയുകയാണെങ്കിൽ മുത്തേ. അത് anyone കോപ്പി ചെയ്ത് വെച്ചേക്കാം. പേപ്പർ അടിക്കണ്ടല്ലോ. ഇതൊന്നും വിറ്റ് പോകുന്ന എനിക്ക് സംശയമുണ്ട് കേട്ടോ. കാര്യം പറയല്ല ചേട്ടേ, ഇതൊക്കെ വിറ്റ് പോകുന്ന തന്നെ എനിക്ക് സംശയമാണ്. കാര്യം ഇതൊക്കെ ആരെങ്കിലും വാങ്ങി അത്രേ ഉള്ളൂ. അതൊക്കെ ആരെങ്കിലും വാങ്ങിയെന്ന രീതിയിലാണ് ഈ കാറൊക്കെ. കാര്യം പറയാമല്ലോ. ഇതൊക്കെ എങ്ങനെ വിറ്റ് കളയണോ. അന്ന് വാങ്ങിച്ചു വെച്ചിരുന്നു, ഓട്ടിക്കാൻ പോലും സമയം കിട്ടിയില്ല. നമുക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട കാറുകൾ മാത്രം മതി. അതാണ് അത് തന്നെ അത്രയ്ക്ക് വേണ്ടപ്പെട്ട കാറുകൾ. കാര്യം പറയാമല്ലോ. വോയിസ് പറഞ്ഞില്ല. എനിവൺ വേണ്ടെന്ന് ചോദിച്ചു നോക്കാം. ആരെങ്കിലും വാങ്ങും തൊടാ. വാങ്ങാൻ ചാൻസ് ഇല്ല. ഐഡൻറ്റിഫിറ്റി എന്തായാലും ഇൻഫിനിറ്റിയാ വണ്ടി. ആവണേ. എനിവൺ വാണ്ട് ദിസ് കാറിനെ ചോദിച്ചിട്ടുണ്ട്. ഒരുത്തനും വാങ്ങാൻ ചാൻസ് ഇല്ല. ഈ കാറിന് വിറ്റ് കളഞ്ഞ മുത്തേ. ഈ കാർ ഒരുവിധം വലിയ നഷ്ടമില്ല. വിറ്റ് പോയാൽ അത് വലിയ കാര്യമുള്ളൂ. കാരണം ഇതൊന്നും ആരും വാങ്ങാൻ സാധ്യതയില്ലാത്ത കാറുകളിലൊന്നാണ്. കാര്യം പറയാം. ഇതൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ കൊണ്ടാണ് ഇട്ടേക്കുന്നത്. ഇതൊക്കെ നോ ചാൻസ് ചാറ്റ്, നോ ചാൻസ്. ബട്ട് ട്രൈ
വിൽ ട്രൈ. ഇതൊക്കെ നമ്മൾ ഫുള്ള് കഷ്ടപ്പെട്ട് മോഡിഫൈ ചെയ്തുകൊണ്ട് വന്നാലും അവസാനം പറയും എത്ര 2 ലക്ഷത്തിന് വാങ്ങാം. മനസ്സിലായി? അപ്പോൾ മോഡിഫൈ ചെയ്യാതെ വന്നാൽ തന്നെ നല്ലതാണ്. വാട്ട നായിര്. ഈ മുത്തം വന്ന് അല്ല മച്ചാൻ വന്ന് ഊതി മോനെ ഊമ്പ് ഉണ്ണെ ഇവിടെ ഉണ്ണെ ഇതിൻ്റെ അത് ഏത് ഭാഷക്കാരനാണെന്നുള്ള പക്കോന്ന് കടിക്കാം എൻ്റെ അച്ഛൻ്റെ കൂണ. എടാ എൻ്റെ കയ്യിൽ കാറ് മെക്ലാരം ഉണ്ടല്ലോ, എൻ്റെ കയ്യിൽ മെക്ലാരം ഉണ്ടല്ലോ കുണ്ണെ, അത് കണ്ട് നിൻ്റെ കുണ്ണ വരെ നാണം കിട്ട് തല താത്ത്. മനസ്സിലായില്ലേ? നീയൊക്കെ നിൻ്റെ ഇപ്പം നീ ചിരിക്കണം, നിൻ്റെ കുണ്ണ ഉണ്ടല്ലോ അത് വരെ താന്നു പിന്നെ പൊങ്ങൂല്ല ചേർത്തി ഒരിക്കലും. മനസ്സിലായില്ല? എൻ്റെ കയ്യിരിക്കണ കാറും അതിൻ്റെ പറവൊക്കെ കണ്ട. മനസ്സിലായില്ലടാ പന്നെ? ഓ ഇതിൻ്റെ അകത്തൊന്നും വിളിക്കാൻ തെറിയും കിട്ടല്ലോ. ഏത് ഭാഷക്കാർ ഇത് ഗ്ലോബലായതുകൊണ്ട് ഏത് ഭാഷ വിളിച്ചാൽ അവന് കയറും എന്ന് അറിഞ്ഞു കൊടുത്തില്ല ലോട്ട അതിൻ്റെ മോനെ. ഇതേത് കാറ്? ആഹാ ഇതൊന്നും ഒരിക്കലും വിൽക്കില്ല കേട്ടോ. ഈ കാറിൻ്റെ നമ്മൾ സംസാരിച്ചാൽ പറയും ട്രേഡ് ഓൺലി എന്ന്. മനസ്സിലായില്ലേ? ഇതിൻ്റെ അടുത്ത് സംസാരിച്ച് അവൻ ട്രേഡല്ല സെല്ലിനോടനെ വാങ്ങിക്കാം. സംസാരിച്ച വാങ്ങിലേ കണ്ട ട്രേഡ്, നമ്മൾ ട്രേഡാണ് മെയിൻ ട്രേഡാണിത്. കാര്യം പറയില്ല, ഇതൊക്കെ ട്രേഡ് എന്ന രീതിയിലാണ് വന്നിരിക്കണം. അല്ല ഒരിക്കലും ഇതൊന്നും സെല്ല് പോകില്ല, ഒരിക്കലും ഇതൊന്നും സെല്ല് പോകില്ല. P1 ഉണ്ടല്ലേ കണ്ടവനൊക്കെ കണ്ട. ഈ കാറെല്ലാം കണ്ട മുത്തേ, ഇതെല്ലാം നോക്കി വെച്ചോ. ഇതൊക്കെ ഇതിലൊന്ന് പോലും സെല്ല് പോകില്ല, ഇതിലൊന്ന് പോലും സെല്ല് പോകില്ല. ഇതെല്ലാം ട്രേഡാണ്. ട്രേഡിൻ്റെ ഒരു അയ്യര് കളിയാണ് ഈ കാറ് മൊത്തം. ഇതെല്ലാം ഇതൊക്കെ സെല്ലിടുവാണെങ്കിൽ വലിയ കാര്യമാണ്. സെല്ലിട്ടാൽ ഞാൻ വാങ്ങും, അടുത്ത സെക്കൻഡ് വാങ്ങും. ഈ നായിനെ ഒന്ന് കുറയ്ക്കട്ടെ, ഈ പ്രൈസ് ഒന്ന് കുറച്ചോട്ടെ. ഇത് ഒരു 10 ലക്ഷത്തിന് ഇടാം. 10 ലക്ഷത്തിനൊക്കെ ഇത് വിറ്റ് പോകുന്നതന്നെ എനിക്ക് സംശയമുണ്ട്. കാര്യം പറയാല്ല, ഈ കാറൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഒന്ന് പോയി കിട്ടാൻ തന്നെ ട്രേഡ് യെസ്റ്റോറിനോ ഏതുമായി അവിടെ ഈ കാറിന് ഒരുമാതിരി വൈറ്റ് ശരിയാവുന്നു കേട്ടോ. ഇതൊന്ന് മാറ്റിക്കൊണ്ട് വരാം. ഈ കാർ എനിക്ക് തന്നെ വാങ്ങിക്കാൻ തോന്നില്ല. അപ്പോൾ അത് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ നേരത്തെ ഒരു കൂതി വന്ന് കാണിച്ച പോലെയൊന്നും അല്ല. കൂതിക്ക് അത് മാത്രമേ അവന് കാറ് പോയും കാണില്ല. അത് അങ്ങനത്തെ ഒരു കൂതി അവനെ വിട്. ഇതൊക്കെ എങ്ങനെ ഒന്ന് എടുത്ത് കളയുന്നതാണ്. ഇത് തന്നെ ഉണ്ട്. ഇതൊക്കെ തന്നെ ഞാൻ എങ്ങനെ ഒന്ന് വിൽക്കുമെന്നാണ്. വിഷ്വൽ ട്രേഡ് ഇത് ഞാൻ നല്ല വർക്ക് ഇതിൻ്റെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, കുറച്ച് പൈസയൊക്കെ ഇടപാട്. മനസ്സിലായില്ലേ? അപ്പോൾ അത് എങ്ങനെ ഗ്രോസറി മാത്രമേ ഉള്ളൂടാ. ഉടമത്തേക്ക് ആരത്തോണ്ട് ചെല്ലാൻ കേട്ടോ. ഇത് വാങ്ങിക്കാൻ സാധ്യതയില്ല. പക്ഷേ എനിക്ക് എന്തായാലും വില കുറച്ച് വയ്ക്കത്തില്ലേ? ഇത് വില കുറച്ച് വിറ്റാൽ എനിക്ക് ഒരുപാട് വില കുറച്ചൊന്നും വയ്ക്കത്തില്ല. ഒരു 1000 കോയിൻ്റെ വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾ അത് മനസ്സിലാക്കണം. മനസ്സിലായി? ചുമ്മാ കൊണ്ടങ്ങ് വിൽക്കുമല്ല. നീ അടുത്ത് ഓട്ടിച്ചിട്ടുണ്ടോ അവിടെ ഈ കാറൊക്കെ എടുത്ത്? എടാ മുത്തി, ഇത് ആരും ഇല്ലാത്തൊരു കുന്ന റൂമാണ്. എടാ നീ സോളോ ആണോ വന്നാ? അല്ലല്ല എടാ, എന്തിപ്പോൾ സംഭവിച്ചാൽ സോളോ ആണോ വന്നാ? ഞാൻ മൾട്ടിപ്ലെയർ അല്ലേ തൊട്ടാ? അപ്പം മൾട്ടിപ്ലെയർ തൊട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടല്ല, സ്റ്റാർട്ട് തൊട്ടിട്ടുണ്ടെങ്കിൽ കണ്ടല്ല. എടാ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ അമേരിക്കക്കാരന്മാർക്ക് ഈ സമയത്ത് ഉറങ്ങുമായിരിക്കും. മനസ്സിലായില്ലേ? നമ്മളാണ് ഇവിടെ ഇങ്ങനെ കളിച്ചു തുടങ്ങിയത്. വെച്ചാൽ അവന്മാർക്ക് സമയ വ്യത്യാസമില്ല. അതാണ് ഇവിടെ എപ്പോൾ വന്നിരിക്കണമെന്ന് വെച്ചാൽ വേറെ ഏതൊക്കെ നായിൻ്റെ മക്കളാണ്, അതാണ് വാങ്ങിക്കാത്ത. അമേരിക്കക്കാരന്മാർക്ക് ബെസ്റ്റ്. അവന്മാരിത് വാങ്ങിക്കണം. പ്രോപ്പർ സാധനം അവന്മാരുടെ കാര്യം പറയില്ല. അവന്മാർ പിന്നെ വാങ്ങണം. അതാണ് അവന്മാരങ്ങനെ ലൊട്ടത്തരം കാണിക്കാൻ പറ്റില്ല. അത് പിന്നെ സത്യസന്ധമായിട്ട് കാര്യം. ഇവിടെ ഒന്നും പിന്നെ വാങ്ങിക്കും. ഇതൊക്കെ വേറെ ഏതൊക്കെ രാജ്യത്ത് നിന്ന് എവനൊക്കെ കയറി ലോട്ട.
35-niടാം. എടാ അത് കുണ്ണലായി പിടിച്ചാണ്. എടാ ഇതൊക്കെ എനിക്ക് വിറ്റ് കളയണം കിടക്കണം. ആയിരം കിടന്ന് പടാപ്പാട് വെട്ടിട്ടുണ്ട് അവിടെ അതിൻ്റെ അകത്ത്. ഒരിക്കലും സെല്ലിനിടൂല. നിങ്ങൾ നോക്കിയോ, സെല്ലിട്ട് ഇപ്പം ഞാൻ വാങ്ങും. എത്ര കോടിയാണെങ്കിലും ഞാൻ വാങ്ങും. ഒരിക്കലും ഇടൂലെന്ന് വെച്ചാൽ ഞാൻ വാക്ക് പറയണം. ചുമ്മാ അവിടെ ഇതൊക്കെ ആയിട്ട് നിൽക്കുകയുള്ളൂ. എന്തായാലും ഇടൂല. എനിക്ക് 100% പതിനൊന്ന് വേണ്ടി BMW ഇല്ല. ഓക്കെ, അവൻ ചുമ്മാ നിർത്തിക്കണം. അവനറിയാം സെല്ലിട്ടാൽ പോകുന്നറിയാം. ഇത് ഞാൻ ബെറ്റ് അടിക്കുന്ന ചേട്ടൻ അവൻ എന്തായാലും സെല്ലിടൂല. സെല്ലിട്ടാൽ അടുത്ത സെക്കൻഡ് ഞാൻ വാങ്ങിച്ച ചേട്ടൻ കാര്യം പറഞ്ഞു. 3,50,00,000 പറയുവാണെങ്കിൽ പോലും ഞാൻ വാങ്ങിക്കും. അതിന് മുതൽ നമ്മളിലില്ലല്ല, മനസ്സിലായില്ലേ? 3,50,00,000 കേട്ടൽ നിങ്ങളുടെ അടുത്താണ് പറഞ്ഞാൽ 3,50,00,000 ഇട്ടാലും ഞാൻ വാങ്ങിക്കും. അവ എന്തായാലും ഇടൂല. കണ്ട എല്ലാവരും വന്നിരിക്കണുണ്ട്. ഇപ്പം ഊമ്പിച്ചിട്ട് പോകാൻ വന്നിരിക്കണമെന്നാണ്. അവൻ എന്തായാലും ഇടൂല. നോക്കി ചേട്ടൻ അവസാനം വരെ ഇങ്ങനെ അങ്ങനെയാണെന്ന് പറഞ്ഞ് നിന്നിട്ട് അവ ഇടൂല. പറഞ്ഞാ ഇല്ലേ എനിക്കറിയാറായി അതിൻ്റെ മക്കളെയൊക്കെ. എനിക്ക് അറിഞ്ഞൂടെ 2K ഇപ്പം സംഭവിച്ചതെന്ന് വെച്ചാൽ ഇപ്പം ഏതെങ്കിലും കുണ്ണവിടെങ്കിലും തൊടാൻ ബൈക്കിൽ തൊടാൻ വേണ്ടി ഇങ്ങനെ നിന്നായിരിക്കും. എനിക്ക് നമ്മൾ 2 ഫ്രണ്ട്സ് ആയിരിക്കും കേട്ടോ. നേരത്തെ ഒന്നും ഇവനും കൂടെ. അപ്പം കണ്ട ഇവൻ തൊട്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ പൈസ പോയി. അത്രയേ ഉള്ളൂ. ഈ ചോദിച്ചോ anyone want my permission? anyone want this എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. മുത്തേ നോക്കാടാ. CPM ആണോ? എടാ CPM 2 ആടാ. CPM 2 ഒന്നല്ല. ബ്രോ 100K ആയാ? I use it. I can give you can $1 million ലാസ്റ്റ് ഫോർ ചാർജർ IRFS എന്നാ. അത് അവൻ്റെ അടുത്തല്ലേ ചാർജർ എന്നല്ലേ ചോദിച്ചത്? $1 million കൊടുക്കടാ. നമുക്ക് അത് തന്നെ നോക്കാം. 1 million പോയി കിട്ടണം. 1 million. എടാ ഇവന്മാരെ എൻ്റെ അടുത്താണ് സംസാരിക്കണത്, മറ്റേ ലൊട്ടയുടെ അടുത്താണ് സംസാരിക്കണം. അതാണ് ഇപ്പോൾ സംശയം കേട്ടോ. ഇവിടെ വേറെ ലൊട്ട ഒന്നും നടക്കണമല്ല. ബ്രോ യു വാണ്ട് ദിസ്? ഇപ്പം ടൈപ്പ് പാസ് ചെയ്യണം. അതാണ് ഇല്ല അവന്മാരൊന്നും പോയി കഴിഞ്ഞാൽ ഉണ്ട്. ലൊട്ടങ്ങ് പോയെന്ന് തോന്നുന്നു. Redfox it's like 30K from store. Bro, but I use 1,000 coin, bro, but 1,000 coin paint plus 100 coin flag. ബ്രോ ബട്ട് 1,000 കോയിൻ പെയിൻറ്റ് ആൻഡ് 100 crore ഫ്ലാഗ് ഉണ്ട് മുത്തേ. എടാ നിങ്ങൾ തന്നെ പറഞ്ഞ ഈ വണ്ടി പൈസയ്ക്ക് കിട്ടും, വില കുറവായിരിക്കും. പക്ഷേ ഈ 1000 കോയിൻ്റെ പെയിൻറ്റും 100 കോയിൻ്റെ ഫ്ലാഗും മുത്തേ അത് ഇതല്ലേ ലൊട്ട. അവന് 100K എങ്ങനെ കൊടുക്കാൻ? I will remove flag paint in irrelevant. Bro, if you want അതിനാണ് ബ്രോ. ഇഫ് യു വാണ്ട് ബ്രോ നിനക്ക് വേണേ വാങ്ങില്ലേ പോയി ഊമ്പ്. അതെങ്ങനെ ഇംഗ്ലീഷ് നമ്മൾ ടൈപ്പ് ചെയ്യണം? ബ്രോ ഇഫ് യു വാണ്ട് ബൈ ഓർ ഫക്ക് ഓഫ്. അതിന് ബ്രോ ഇഫ് യു വാണ്ട്. അയ്യോ എൻ്റെ ട്രേഡ് പോയേ. എടാ എന്താ അവരാ? എടാ എന്ത് ഇത് മുത്തേ. ഞാൻ ട്രേഡ് സെറ്റാക്കി വന്നപ്പോൾ ഈ നായിൻ്റെ മോയവൻ സീനാക്കണം മുത്തേ. ഞാൻ കാര്യം ഞാൻ വെച്ചിട്ട് പോകണ്ട. ഞാൻ കടിക്കും ഇത് ഉണ്ട്. എടാ ഞാൻ കേട്ടോ നമ്മളെ. എടാ ബൈ. എടാ എന്താടാ നിങ്ങൾ
എടാ എന്താ അണ്ടി ഇടന്ന് ഞാൻ ഒരു ട്രേഡ് മാറ്റിയാൽ നിൽക്കാം. ഒരു സെക്കൻഡ് ഇവിടെ എങ്ങനെ ടൈപ്പ് ചെയ്യണ സാധനം നിൽക്കാം. ഞാൻ ആദ്യം ഒരു സെക്കൻഡ് ഇപ്പം ഞാൻ കൊടുക്കാമേ. എടാ നായിൻ്റെ മോനെ കീബോർഡെ കുണ്ണത്തായോളി നിനക്ക് എന്തിൻ്റെ എടാ ഞാൻ നിന്നെ എന്ത് ചെയ്താ മുത്തേ? നീ എന്തിനും എൻ്റെ അടുത്ത് ലൊട്ട പരിപാടി കാണിച്ചാൽ ഞാൻ ട്രേഡ് ചെയ്യുമല്ലായിരുന്നാ? നീ എന്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ച മുത്തേ? നിനക്ക് ഇത്തിരിയെങ്കിലും അന്തസ്സുണ്ടോ? നീ എന്ത് ഇങ്ങനെ ലൊട്ട കാണിച്ച? എടാ ആ ട്രേഡ് നിങ്ങൾ കണ്ടേണ അല്ലേ? ഞാൻ ഒറ്റ നിങ്ങൾ കണ്ട ആ ട്രേഡ് ചിലപ്പോൾ നടക്കുമായിരുന്ന? നടക്കാത്ത എന്താണ് ഈ നോയി? എൻ്റെ പൊന്നോ, എന്താണോ അത് ഇങ്ങനെ എൻ്റെ അടുത്ത് കാണിച്ചെന്നാലും നിന്നെ ഒരു ഇടി ഇടിക്കാൻ പോകണം. അതിൻ്റെ ഇടിച്ച പക്ഷേ എൻ്റെ ഫോണിലാണ് കൊള്ളണം, പിന്നെ ഫോൺ പോകും. തൊന്നല്ലേ എനിക്ക് നല്ലത്. എന്തൊരു സംഭവിച്ചാ? എടാ ഞാൻ ഒന്നും ചെയ്യില്ല. റൂമിൽ കയറിയ എടാ ഞാൻ സ്റ്റാർട്ടിങ് ഞാൻ കൊടുത്തില്ലല്ല. എന്നാലും ആ ഒരു ട്രേഡും ചിലപ്പം നടന്നില്ല എന്ന രീതിയിൽ അവിടെ കീബോർഡിൽ ഒന്നും ലീക്കായില്ലല്ലോ. അയ്യോ എങ്കിൽ ഇനി അടുത്ത അത് മതിയിടാൻ മുത്തേക്ക്. ആ കീബോർഡ് എന്ത് അത് ആപ്പിൽ കയറുമ്പോൾ ഫ്രണ്ടിൽ കാണിക്കുന്ന സാധനമല്ല. ജിമെയിലൊന്നും പോയില്ലല്ലേ? അയ്യോ എങ്കിൽ അത് മതി. ഇല്ല പോയില്ല. എന്തായാലും പോയില്ലെന്നാണ് വിശ്വാസം. പോയെങ്കിൽ ഊമ്പി. എടാ ഇതാണ് ഞാൻ ഒരു കാര്യം ചെയ്യാം മുത്തേ. ഞാൻ ഇനി ടൈപ്പ് ചെയ്യാൻ പറ്റും. എടാ നായിൻ്റെ മോനെ എടാ എന്താണ്? എടാ എൻ്റെ മനസ്സോടെ ചിലപ്പോൾ ഈ റൂമിൽ വിൽക്കുമെന്ന് പറഞ്ഞു. നേരത്തെ ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് ചിലപ്പോൾ നടന്നാലായി. മനസ്സിലായില്ലേ? 40 ഇടാം. 40 ലക്ഷം 1000 കോയിൻ പെയിൻറ്റ് പ്ലസ് 100 കോയിൻ ഫ്ലാഷ് അല്ല ഫ്ലാഗ്. ഓക്കെ ട്രേഡ് റിജക്റ്റഡ്. ഏത് കുണ്ണയ്ക്കാണ് ട്രേഡ് ഇട്ട്? ഞാൻ മര്യാദയ്ക്ക് വണ്ടി ഫുൾ ഓൾ ഇൻ പബ്ലിക് അല്ലേ ഇട്ടാ? ഏതാ ഒരു 93 കുണ്ണത്തരം കാണിച്ച് പടാ ഉണ്ണേ വണ്ടി ഉണ്ണേ മതി. ബ്രോ വെൻ ഫ്രം 3.52. ബ്രോ നീ പഴയ ഉണ്ടായിരുന്നേണാ ബ്രോ? യു വാണ്ട് ദിസ്? മാറിക്കട അറബി പുണ്ണ ഉണ്ട്. ഹൗ മെനി കോയിൻസ് ഈസ് ദിസ് കാർ? 1100. Want this? The car itself, I am saying, not the stupid. The car, not this car. I got option if you want. Oh, the car itself, I am saying, not the stupid paint. പുണ്ണയോളി 1000 കോയിൻ്റെ പെയിൻ്റാണ്. മനസ്സിലായില്ലേ? ഇവനെ കൊണ്ട് തെറി വിളിച്ച മരിക്കണം. ഇമാരി ഇതാളോട് അങ്ങനെ കൊണ്ട് you want or not? You want this or not? That's your lots of ഓഫർ. ഇപ്പം ഞാൻ ഓപ്ഷൻ ഒന്ന് അടിച്ചു കൊടുത്തേനെ. FFE ഓഫർ. എന്തെങ്കിലും പറയുന്നോട്ടെ ഈ മറ്റേ ബഹിരാഴ്ച പോകാൻ നിൽക്കണമെങ്കിൽ ഒട്ടെന്തെങ്കിലും പറയുന്നോട്ടെ. എടാ ഞാൻ അവന് ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിൽ 1000 കോയിൻ്റെ സംഭവം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, അവിടെ നിൽക്കട്ടെ, ഞാൻ പോയി ഈ കോയിൻ്റെ 1000 കോയിൻ്റെ സാധനം മാറ്റിയിട്ട് വരാം, ഫ്ലാഗ് മാത്രം വെച്ചിട്ട് വരാം. അപ്പോൾ വാങ്ങുന്നത് 40 ലക്ഷത്തിന്. ഐ ഡോണ്ട് വാണ്ട് ദിസ് ചീറ്റ്. ഐ എം സേയിങ് കാർസ് വർത്ത് ഫക്ക് ഓഫ് ബീച്ച്.
കോഫ് തന്നെ പറഞ്ഞപ്പോൾ തന്നെ ഓടിക്കളഞ്ഞേ. ഇതെന്താ അണ്ടി ലോൽ. അല്ല ഒന്ന് അതിൻ്റെ അതിൻ്റെ എന്നാ 35 ഇട്ടാലോ, അല്ലെങ്കിൽ 35 ഇടണം. 35 അവിടെ എന്ത് ലാഗം നിങ്ങൾ കണ്ട ഒട്ടുക്ക 35-ന് 35-ന് കുറച്ചുണ്ട്. ഇങ്ങോട്ട് മാറിക്കാം. അവിടെ ചെറിയ തട്ട് കട്ടിയാടാ, ചെറിയ തട്ട് കട്ടിയാ. അതെന്തോ CPM ആണ്. ഉടനെ മറ്റേ സാധനം ഇട്ടാൽ വിട്ടോ എനിക്ക്. അത് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കാം. അത് തന്നെ 1000 കോയിൻ. പെയിൻ്റ് എന്നല്ലേ പറഞ്ഞ മറ്റേ സാധനമുള്ള പെയിൻ്റ് അല്ലേ ഇടാൻ പറ്റില്ല. ഒരു എന്തൊക്കെ എഴുതി വെച്ചെങ്കിലും ആൾക്കാർക്ക് അടിക്കാം. കോപ്പി ഈ റൂമിൽ ഇറങ്ങിയില്ല. ഒട്ടായി നടക്കാം. ഇത് ഇറങ്ങിയിട്ട് വേറെ റൂമിൽ കയറണം. വീണ്ടും കയറുമ്പോൾ തന്നെ നേരത്തെ കയറിയ റൂമാണോ ഇത്? നേരത്തെ കയറിയ റൂമാണോ ഇത്? അതിൽ തന്നെ വീണ്ടും കയറിയ എന്തോ അറിയാൻ വയ്യ. കളർ മാറ്റിയാലാ? കളർ മാറ്റം നോക്കട്ടെ. ഒരു കളർ വെച്ചോട്ടെ. എടാ പെയിൻ്റ് തന്നെ. പെയിൻറ്റ് സെക്ഷനിലുള്ള സാധനം എടുത്ത് മനസ്സിലായില്ലേ? പെയിൻറ്റ് സെക്ഷനിലുള്ള കോമഡി സെൻറ്റ് അത് എടാ പച്ചയാക്കിയിട്ടുണ്ട്. നോക്കാമേ മുത്തേ, വേണേ ആൾക്കാർ വാങ്ങിട്ട്. ഇത് എടാ നമ്മളെന്തായാലും ഒരു 1000 കോയിൻ്റെ സംഭവം ചെയ്തില്ലേ? ഇപ്പം എന്തായാലും വിറ്റങ്ങാട്ട് ചെല്ലുമ്പോൾ അവന് 1000 കോയിൻ്റെ സംഭവം അത് കിട്ടൂലേ? അതാണ് ഞാൻ പറയണത്, മനസ്സിലായില്ലേ? അതിന് വർത്തില്ല. അവൻ 1000 കോയിൻ വರ್ತല്ലേ? കറക്റ്റിങ്ങാട്ടോ. നമ്മൾ കുറച്ചിങ്ങോട്ട് കറക്റ്റ് കുറച്ച് മാറി കുറച്ചിങ്ങാണ് എന്തായാലും തൊട്ടടുത്ത് തന്നെ, ഒരുപാട് ദൂരം ഇല്ല. ഇവിടെ കാര്യം പറഞ്ഞില്ല. ഇവിടെ വരുമ്പോൾ ഒരു ചെറിയല്ല കൊണ്ട് കാര്യം പറഞ്ഞല്ലോ. ഓ അങ്ങനെ ഇത് വേണ്ട, നോക്കാം. ഒറ്റ 10 100 1000 15 ലക്ഷം 10 ലക്ഷം 40 ലക്ഷം. എന്തൊരു ലാഗടാ, എന്ത് ലാഗ് വിളിച്ചോടെ നായിൻ്റെ. 1000 കോയിൻ പെയിൻറ്റ് 100 കോയിൻ ഫ്ലാഗ് നീട്ടിട്ടുണ്ടേ. വാങ്ങിക്കണം നോക്കാം. ഇത് നേരത്തെ റൂമല്ലല്ല, നേരത്തെ റൂമിൽ തന്നെ അതെങ്ങനെയാടാ? നമ്മൾ അങ്ങനെ തന്നെ വരൂ? ഇല്ലല്ല, ഇങ്ങനെയൊക്കെ ഉണ്ടാ. ഫയർ ഫോക്സ് എടാ എന്താടാ എല്ലാവരും എടാ എന്താണ് ഇന്നാളിതാ റെഡ് ടോക്സ്, ഇന്നേതാ ഫയർ ഫോക്സ്. ഇതെന്താണ് മുട്ട? ഇത് എനിക്ക് മനസ്സിലാവണല്ലോ. എനിവൺ വാണ്ട് ദിസ്? മൂത്തെ പലിശന് അത്രയും കുറവാണെന്നൊന്നും പറയല്ലേ. കാറിൻ്റെ മാറ്റി നിർത്തി ഇത് കണ്ട
ഇത് കണ്ട ഈ 1000 കോയിൻ്റെ സംഭവം നിങ്ങൾ നോക്കണം. അത് നിങ്ങൾ നോക്കാം. ഫ്ലാഗ് കണ്ട അതൊക്കെ പിന്നെ എത്ര ഫ്രീക്ക് കൊടുക്കാൻ പറ്റും? 1 ലക്ഷത്തിന് കൊടുക്കാൻ പറ്റും. 1 ലക്ഷത്തിന് കാർ ഇങ്ങനെയാണെന്ന് വെച്ച് പിന്നെ എന്താ ചെയ്യുക? മെക്ലാരിന് എടുത്തുകൊണ്ടൊന്ന് മെക്ലാരിൻ ഇത്രയും ചെയ്ത് അവന് ഞാൻ 1 ലക്ഷത്തിന് ഒരു 10-40 ലക്ഷത്തിന് ഇട്ടാലും വാങ്ങിക്കും. അതൊക്കെ എന്താ ലൊട്ടടാ ചാറ്റേ? അതൊക്കെ എന്താ ലൊട്ടടാ? അങ്ങനെയൊക്കെ പറയാൻ പറ്റും. അതൊക്കെ ലൊട്ടത്തില്ല ചാറ്റേ. iya marpe ini kan one this മുത്തേ ബസ് ഫാൻ ഉള്ളതുകൊണ്ട് ചൂടില്ല കേട്ടോ. മുട്ടേ വേണോ നിനക്കിത്? മുത്ത ഇത് നമ്മളെന്തിനാണ് പറയണ? ബിസിനസ് പഠിക്കുമല്ലോ, അതിൻ്റെയും കൂടെ ഒക്കെ ഓരോന്നാണ്. വലിയ സൗണ്ട് സീനില്ലല്ലോടാ മുത്തേ. അതില്ലല്ലോ വലിയ സൗണ്ട് സീനില്ല. ദേവണായിട്ട് 50 സംതിങ് വരട്ടെ. പ്ലെയർ OPRP ജോയിൻ്റ് ഓക്കെ വരട്ട്. ഓപ്പൺ കാർ ട്രേഡ് കാറാണ്. ഓക്കെ ആയിക്കോട്ടെ. ട്രേഡിങ് ഫോർ M1 അവിടെ ഈ കാർ ഇത് അത്രയ്ക്ക് ഇത് പ്ലെയർ ബെർക്കോണിക്ക് ജോയിൻ്റ്. എടാ മുത്ത എല്ലാവരും പറഞ്ഞു കേട്ടാ. കാര്യം പറയാൻ ബെർക്കോണിക്ക് ജോയിൻ്റായി, അറബി ജോയിൻ്റായി, ബെർക്കോണിക്ക് വന്നു കേട്ടാ. ബെർക്കോണിക്ക് വന്നു. എടാ ബെർക്കോണിക്ക് ഇംഗ്ലീഷ് മറ്റേ ഹോളിവുഡുകാരനാണ്. കാര്യം പറഞ്ഞ മുത്തേ, ബെർക്കോണിക്ക് ഹോളിവുഡുകാരനാണ്. അമേരിക്കയിലുള്ള അവൻ്റെ ഒരുത്തനാണ് അവൻ. എടാ അവൻ്റെ ലൈവ് കണ്ടില്ല. എടാ മുത്ത എനിക്ക് സത്യം പറയാൻ എന്ത് പറയട്ടെ നിങ്ങളടുത്ത്? അത് എന്ത് ഡബിൾ അല്ലേ എടാ? നിങ്ങളത് ആലോചിക്കണ്ട. നമുക്ക് അമേരിക്കയിൽ വരെ തൊണ്ട ആൾക്കാരുണ്ട് നമ്മളിങ്ങനെ. ഓ ഞാൻ ഒരു തവണ അവൻ്റെ റോൾ പ്ലേയിൽ ഞാൻ പോയിട്ടുണ്ടാകാൻ പറ്റില്ല. RP കളിച്ചപ്പം 1000 ഇട്ടാൽ എനിക്ക് ടിക്കറ്റ് അടിച്ച് എടാ നമ്മളെങ്ങനെടാ? എടാ ഓൾറെഡി അവൻ എൻ്റെ അടുത്ത് വണ്ടി ഓടിക്കാൻ എനിക്ക് സമ്മതിക്കണില്ല. ഞാൻ പിന്നെ കുറച്ച് നേരം മലയിലെ മുകളിലേക്ക് പോയിരുന്നാണെങ്കിൽ വന്നാ. എന്നാലും ഒത്തിരി ഒട്ടയല്ലേടാ ഒത്തിരി. പിന്നെ എന്നെ ആക്സിഡൻ്റ് ആയിട്ട് വണ്ടി അവിടെ വിമാനത്തിടിച്ചെന്നപ്പോൾ എടാ നല്ല RP കളിക്കുന്നത് പാടാണ്ടാ. കാര്യം പറയാലോ. മലയാളമാണ് നമുക്ക് എന്താണെന്ന് അങ്ങനെ നോട്ടെന്ന് പറഞ്ഞു. ഇത് ഭയങ്കര പാട്. ഇംഗ്ലീഷ് ഞാൻ ഇങ്ങനെ ഒറ്റപ്പോ മരണ്ട് പറ ടൈപ്പ് ചെയ്യണം. ഇംഗ്ലീഷുകാരന്മാരല്ലേ? ഞാൻ ഒരു ടൈപ്പ് ചെയ്ത് കൊടുത്തതില്ലേ. ഇംഗ്ലീഷ് സെറ്റാണോ ചേട്ടാ? ഇംഗ്ലീഷ് സെറ്റാക്കണം. ഇംഗ്ലീഷ് ഒരു സെറ്റാണ്. തെറ്റ് വലിയ കുഴപ്പമില്ല. നമ്മൾ പിന്നെ ഇംഗ്ലീഷിനൊക്കെ എത്ര മാർക്കെന്നറിയാൻ പോലൊട്ടെ. 1 കുണ്ണേ 2 കുണ്ണേ എന്നൊന്നും അല്ല. മനസ്സിലായില്ലേ? 80-ന് 10-60-ന് മുകളിലുണ്ട്. മനസ്സിലായില്ലേ? അതിൽ ഒട്ട സംസാരം വേണ്ട കേട്ടോ. കാര്യം പറയാല്ലേ. അറബിക്കൊക്കെ അറബി അല്ലേ? അത് തന്നെ അറബി അല്ല. ബെർക്കോണിക്കല്ലടാ കാര്യം പറയാൻ. ഇവനുണ്ടല്ല, ഇവൻ ഡബിൾ. ബെർക്കോണിക് എതിഷൻ ഡബിൾ ആണ്. കാര്യം പറയാം. ബെർക്കോണിക് എതിഷൻ നല്ല ഡബിൾ ആണ്. അവിടെ ഈ കാറാണ് ഇത്. ഈ കാർ എൻ്റെ ഇരുന്ന മറ്റൊരു കാറാണ്. അറബി ടൈലൊക്കെ ഇരിക്കണേ. അവൻ ചെയ്തു വെച്ചാണ്. അവൻ നല്ല മോഡിഫൈയും പരിപാടിയൊക്കെ അറിയാടാ. സത്യം പറയില്ല. ബെർക്കോണിക്ക് W മോഡിഫിക്കേഷൻ്റെ സാധനമില്ല. സെറ്റാണ് അവൻ. നല്ല അറിയാം മുത്ത. അവൻ നല്ല പരിപാടി അറിയാവുന്നവനാണ്. ലൊട്ടയല്ല, അതെനിക്ക് ഉറപ്പാണ്. ഇവന്മാര് CPA 2-ന് വേണ്ടി ഇരിക്കണമാരാണ്ടാ. കാര്യം പറയാല്ല. ഇവൻ്റെ കൂട്ടം ഉണ്ടെന്ന് തോന്നുന്നു. ഗ്യാങ് ഉണ്ടെന്ന് തോന്നിട്ടാ. കാര്യം പറയല്ല. എടാ
എടാ വെർക്കോണിക്ക് വന്ന് അറബി എങ്ങോട്ടൊക്കെ കയറി പോകണമെന്ന് കണ്ട് ഞാൻ കണ്ടില്ല കേട്ടോ. അവൻ്റെ കാര്യം എനിക്ക് അറിയണോ, ഇവിടെ ഒന്നും കാണാനില്ല. എൻ്റെ ഒരു കോപ്പയടിച്ച മീശം വെച്ച് അവിടെ ഇവിടെയൊക്കെ പോകണം കാണാം. അവിടെ ഇപ്പോൾ കാണാനൊന്നുമില്ല അവർ. കിടുവാങ് സെല്ല കിടുങ്ങാമണി നിൻ്റെ വെട്ടി എറിയും മാറി വയ്ക്കും മുന്നേ. കിടുങ്ങാമണി സെല്ലൊന്നും അവിടെ ഇത് വേണ്ടത് കണ്ട് ഇത് വേണ്ട. ഹോണ്ട ഈ കാർ അവിടെ കണ്ട് പരിചയമുണ്ടല്ലേ. ഈ കാർ അവിടെ കണ്ട് പരിചയമുണ്ട് മൊത്തേ. ഇതിൻ്റെ നമുക്ക് ആൾക്കാരെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ് കാര്യം പറയാല്ലേ. എനിക്ക് വെർക്കോണിക്കിൻ്റെ കാർ ഇത് ഷെയ്ഖ് അറബിയ. ഇവിടെ ഒരു ഒറിജിനൽ അറബിനെ കൂടെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഷെയ്ഖ് അറബി എന്ന് പറഞ്ഞെടുത്തേ ഫേക്ക് ഇപ്പോൾ വരും വേണ്ട. ദൈവം ഇവൻ്റെ ഐഡിയ ഒക്കെ ഫ്രണ്ടാണ്, ഇവർ ഫ്രണ്ടാണ്. തമ്പനിയിലെ കൊടുക്കണം. തമ്പനിയിൽ വേണേൽ കൊടുക്കാം. നമ്മളെന്തായാലും ട്രേഡിനൊക്കെ വരില്ല. ഏതെങ്കിലും ഒരു വീഡിയോ ലൈവിൻ്റെ തമ്പനിയിൽ നോക്കാം, നമുക്ക് അനുസരിച്ച് നോക്കാം. അടുത്ത ഈ CPM അപ്ഡേറ്റ് ഏത് നാട്ടിലാണെന്ന് വരാം. കാര്യം പറയാമല്ലേ, CPM അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അറിവില്ല. എന്ത് പറയട്ടെന്നാണ്. മാറിയിരിക്കണം നീ. എന്നാ മീശയും പണ്ട് അവനൊരു ലുക്ക് എന്തിനാ അറബിയാണെന്ന് പറഞ്ഞ് നടന്നവനാണ് കണ്ട. ഇവൻ ഫേക്ക് അറബിയാണ് കേട്ടോ. ഇവൻ അറബിന്ന് പേരൊക്കെ മാറ്റിക്കൊണ്ട് പൊയ്ക്കുടങ്ങി എന്നേ പറഞ്ഞാണെന്നാ. അറബിയിലെ ഉടുപ്പ് മീശയൊക്കെയാണ് ഇരിക്കണം കണ്ട. കാര്യം പറയാല്ലേ, ഇവനൊക്കെ ഫേക്ക് അറബിയാണ്. അവനൊന്നും ഫേക്ക് അറബിയാണ്. കാര്യം റിയലല്ല. റിയൽ അറബിയുടെ ലുക്കാണ്. ഇതുവരെ അറബിയുടെ ലുക്കില്ല. എൻ്റെ ലുക്കാണ് ഈ കോപ്പി അടിച്ച് വെച്ചേക്കണം. എൻ്റെ ലുക്ക് ഞാൻ എടുത്ത് അതേപോലെ നോക്കി കോപ്പി അടിച്ച് വെച്ചേക്കാണ്. ഇവൻ്റെ വണ്ടി എവിടെ? ഇവൻ്റെ വണ്ടി അല്ല. ഓ തിളങ്ങനാടാ മുത്തേ കാറൊക്കെ. ജസ്റ്റ് ട്രേഡ് ഇത് കൊള്ളാടാ. ഫാസ്റ്റ് ലൈഫ് അവൻ്റെ മെസ്സേജ് വന്നാണ്. എടാ എന്നെ കണ്ട അറിയാൻ പറ്റുമോടാ? എടാ എന്നെ കണ്ട ഒരുവിധം ഓ അത് ലൈവ് ആണെന്നവർക്ക് അറിയാമല്ലോ. എൻ്റെ ലുക്ക് എടാ ഞാൻ മെയിൻ ലുക്ക് ഇതാണ്. എടാ ഞാൻ പറയാല്ല, ഞാൻ തോമസ് ഷെൽബി ലുക്ക് ഒഫീഷ്യൽ എന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ കാണുന്നവരൊക്കെയാണ് എന്നെ അങ്ങനെ ഈ ലുക്ക് ഇട്ടുകൊണ്ട് വിളിക്കണം. മനസ്സിലായില്ലേ? ഞാൻ അറബി ലുക്ക് എടുത്ത് വെനസ്ഡേ ലുക്ക് എടുത്ത് പലതും എടുക്കും. ഞാൻ അറബി ലുക്ക് എടുക്കേണ്ട ആവശ്യം എന്താണ്? ഒരാവശ്യമില്ല. പക്ഷെ ഞാനൊരു വാക്ക് പറഞ്ഞ് എടുക്കുമെന്ന് എടുത്താ മെക്ലാരി എടുക്കുമെന്ന് പറഞ്ഞാൽ എടുത്തതേ ഉള്ളൂ. മനസ്സിലായില്ലേ? എന്തിനാണ് ഇങ്ങനെ അയ്യോ മാറിപ്പോയി. ചവിട്ടുമല്ല വേണ്ട, നീ ഇടിക്കുമോ? ഇടിക്ക് മാറിപ്പോയി അടിക്കുന്നു. ഡാൻസ് കളിക്കല്ലേ? ലൈവ് കണ്ടുകൊണ്ടിരിക്കണം. മനസ്സിലായി? ലൈവ് കണ്ടുകൊണ്ടിരുന്നിട്ട്
പറഞ്ഞ അത്രയും കേട്ടോണ്ടിരിക്കണോ നീ ഇതും കൂടെ കേട്ടോ. ഇവിടെ ഷെയ്ഖ് അറബി എന്ന് പറഞ്ഞ ഒറിജിനൽ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടാ കാട്ടർ റബി. ഷെയ്ഖ് അറബി എന്ന് പറഞ്ഞേ ഒറിജിനൽ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടേ. ഇതാര്? ഓ ഗ്രാഫിക്സ് സീനാടാ മൊത്തേ. ഇവിടെ മീഡിയ താന്തയില്ലാത്ത അത് പെട്ടെന്ന് കണ്ടോ സ്പോട്ട് ചെയ്തല്ലോ. നമുക്ക് അറിയാമല്ലേ, നമ്മളിതാണ് ഗെയിം കളിക്കൂലേ, അപ്പോൾ നമുക്കത് അറിയായിരിക്കും. അതെ വെർക്കോണിക് കാണാൻ മൊത്തേ, വെർക്കോണിക് കാണാൻ. ഇത് വെർക്കോണിക് ആയിരിക്കില്ല, വേറെ എന്തെങ്കിലോട്ടായിരിക്കും. കാട്ടർബി എവിടെ?